ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇതുപോലെയുള്ള ഒരു അടിപൊളി ബയോഡാറ്റയുമായിട്ടാണ്. ഓക്കെ, നമ്മൾ കണ്ടാൽ വിചാരിക്കുക നമ്മൾ ഡിസൈനിങ്ങിലൊക്കെ ചെയ്തതാണെന്നല്ലേ. അതായത് കോറൽ ഡ്രോ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്ത പോലെ ഉണ്ട്, നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഉള്ള ബയോഡാറ്റ ഒക്കെ ഇതേ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് MS വേർഡിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു പേജ് എടുക്കാൻ പോവുകയാണ്. ഇൻസെർട്ടിൽ ന്യൂ പേജ് എടുത്തു. എന്നിട്ട് നമ്മളതിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു. ഇൻസെർട്ടിൽ നമ്മൾ ഷേപ്സ് എടുക്കുക. ഷേപ്പ് എടുക്കുക, നമുക്ക് വേണ്ട വലിപ്പത്തിലുള്ള ഷേപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതിന് നമുക്ക് ഒരു വൈറ്റ് കളേഴ്സിലോട്ട് മാറ്റാം. വൈറ്റ് അതായത് നോ ഫില്ല് കളേഴ്സ്, നോ ഫില്ല് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഇതിനകത്ത് ഈ ഒരു ഷേപ്സാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു ഷേപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ MS ഓഫീസിൽ തന്നെ ഇതാ ഇവിടെ നമ്മൾ ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്പ് എടുക്കുക. ഷേപ്പിന് നമ്മൾ ഫ്രീ ഫോം എന്നുള്ളൊരു ടൂളുണ്ട്. അതിന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടെ നമ്മുടെ ഇത് നോക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഓക്കെ, ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മൾ ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്സിനകത്ത് വേറെ കളർ ഫില്ല് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കളേഴ്സ് വന്നില്ലേ, നമുക്ക് ഒരു കളർ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് സ്ട്രോക്ക് നമുക്ക് സെയിം കളറിനെ കൊടുക്കാം. കണ്ടല്ലോ. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതേപോലെ തന്നെ ഫ്രീ ഫോം ടൂൾ കൊണ്ട് ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനും നമുക്ക് വേറൊരു കളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് കളയാം. നോ ഔട്ട്ലൈൻ കൊടുത്തു. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഷേപ്പിൽ പിടിച്ചിട്ട് നമുക്കിതിനെ എങ്ങോട്ട് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഓരോ പോയിൻറ്റിൻ്റെ ബേസിൽ കണ്ടില്ലേ എഡിറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് എഡിറ്റ് പോയിൻ്റ് എടുക്കാം. എഡിറ്റ് പോയിൻ്റ് പിടിച്ചിട്ട് നമുക്കിതിനെ കണ്ടാം. പിന്നെ ഏത് രീതിയിൽ നമുക്കിതിനെ കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കറക്ഷന് വരുത്താനുണ്ട് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഇതിങ്ങോട്ട് കുറച്ചും കൂടി നീക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. മാക്സിമം സൂം ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് പോയിൻ്റ് പിടിച്ചിട്ട് ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഡിറ്റ് പോയിൻ്റ് എടുക്കുക. ഫോർമാറ്റിൽ എഡിറ്റ് പോയിൻ്റ് ഈ പോയിൻറ്റിനെ പിടിച്ചിട്ട് കറക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് രണ്ട് വശമായിട്ട് എങ്ങനെ ചെയ്യും, ഒരു റൗണ്ട് ഷേപ്പ് വരക്കുക. അതിലോട്ട് നമുക്കൊരു ഫോട്ടോസ് അപ്ലൈ ചെയ്യാം. അതായത് ഇങ്ങനെ കൊടുത്തിട്ട് ഇടാം, ക്ലിക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ഒരു സ്ട്രോക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് നോ ഫില്ല് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇടില്ലേ. ഇനി അതിനെ നമുക്കൊരു ഔട്ട്ലൈന് കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ട് കൊടുക്കാം. കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനൊരു വൈറ്റ് ഫില്ല് ചെയ്തു. കുറച്ച് ഭംഗിയായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പിൽ വൈറ്റ് ഫില്ല് ചെയ്തു സ്ട്രോക്ക് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഫില്ലിൽ നമുക്ക് വൈറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഇതന്നെ നമുക്ക് ഒന്നും കൂടെ ഒരു കോപ്പി എടുക്കാം. അതായത് ഹോമിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കതിനെ ഒരു കളറിലോട്ട് അപ്ലൈ ചെയ്യാം. വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വേണ്ട ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഷേപ്പും കൂടെ സെലക്ട് ചെയ്ത് പിടിക്കാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഓക്കെ, രണ്ട് ഒബ്ജക്റ്റ് കൊണ്ട് സെലക്റ്റഡായി. ഇനി നമ്മൾ അലൈനിൽ സെൻറ്റർ അലൈൻ മിഡിൽ കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈമാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്ററത്തെ മാത്രം സെലക്ട് ചെയ്യുക. അതിലോട്ട് നമുക്ക് ഫോട്ടോ അപ്ലൈ ചെയ്യണം. ഷേപ്പ് ഫില്ലിനകത്ത് പിക്ചർ എടുക്കുക, വർക്ക് ഓഫ് ലൈൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിക്ചർ എവിടെയാണോ ഉള്ളത് അതിൽ നിന്നൊരു പിക്ചർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഒരു ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഒരു പിക്ചർ കൊടുക്കാം.
നമുക്ക് ഈ ഒരു പിക്ചറോട് അപ്ലൈ ചെയ്ത് ഞാൻ ഇൻസെർട്ട് കൊടുക്കും കേട്ടോ. നമുക്കൊരു ഫോട്ടോ നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇൻസെർട്ടിൽ പോയിട്ട് ഇൻസെർട്ട് ടെക്സ്റ്റ് ബോക്സ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, എന്താണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത്, യുവർ നെയിം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക, ലൈൻ സ്പേസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വലിയ പേരാണ് കൊടുക്കണം അതിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ ഫോർമാറ്റ് ഓപ്ഷനിൽ നോ ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പേര് സെറ്റായി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ലൈന് സെൻറ്ററിൽ കൂടെ ലൈന് കൊടുക്കും. താഴെയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്കതൊരു കളറ് സെപ്പറേറ്റ് കളർ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു സെപ്പറേറ്റ് കളർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മളതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് കളേഴ്സിൽ കറക്റ്റാക്കിയിട്ട് നമുക്കൊന്ന് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതും ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമുക്കതിന് കളറ് കണ്ടില്ലേ, സ്ട്രോക്ക് നോട്ട് ലൈൻ കൊടുക്കുക. ഓക്കെ, ഈ ഷേപ്പ് ഓക്കെ ആയി. ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻസെർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, അതിൽ ഡ്രോ ബോക്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. പിന്നെ ഹെഡിങ്സിനൊക്കെ നിങ്ങൾക്ക് കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഹോമിൽ പോയിട്ട് കളേഴ്സുകൾ കൊടുക്കാം, ബോൾഡാക്കി കൊടുക്കാം, സൈസ് കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ? അതേപോലെ തന്നെ ഇത് ഹെഡിങ് ആണെങ്കിൽ അപ്പർ കേസ് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഫോണ്ട് കൊടുത്തു, അതിന് ശേഷം നമ്മൾ ബോൾഡാക്കി കൊടുത്തു, സൈസ് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ അടിക്കുക, കർസർ ചെറുതാക്കി കൊടുത്തിട്ട് സൈസ് ബ്ലാക്കിലിട്ടിട്ട് നമുക്ക് ഇനി ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇൻസെർട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, ഡ്രോ ടാബിൾ എടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് നമ്മൾ അവിടെ ഇതേപോലെ തന്നെ ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഒരുപാട് സിമ്പിളുകൾ വരുന്നുണ്ടല്ലോ, അതിൽ സിമ്പിളുകളൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസെർട്ടിൽ പോവാം. ഇവിടെ സിമ്പിൾ നിങ്ങൾക്ക് കാണാം. സിമ്പിളിൽ നമുക്ക് ഇഷ്ടം പോലെ സിമ്പിളുകൾ കാണാം. സിമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിന് സെലക്ട് ചെയ്തിട്ട് കളേഴ്സൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് കളർ അപ്ലൈ ചെയ്യാം. നമുക്ക് അടുത്ത സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻസെർട്ടിൽ പോവാം. സിമ്പിൾ നമുക്കിതിലില്ലാത്ത സിമ്പിൾ എടുക്കണം എന്നുണ്ടെങ്കിൽ മോർ സിമ്പിൾ എടുക്കുക. ഇതിൽ കാണാം, നമുക്ക് ഒരുപാട് സിമ്പിൾ കാണാം. ഓക്കെ, ഇതിലില്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് സിമ്പിളുകൾ എടുക്കാം. ഇവിടുത്തെ സിമ്പിൾ എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫോണിൻ്റെ സിമ്പിളാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഹോമിൽ പോയിട്ട് സൈസ് കൊടുക്കാം, കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ എടുത്തിട്ട് നമ്മൾ ഇൻസെർട്ടിൽ വന്നിട്ട് സിമ്പിൾ എടുക്കുക, മോർ സിമ്പിൾ എടുക്കുക. ഇനി ഇവിടെ നമുക്ക് ഏത് സിമ്പിളാണ് വേണ്ടതെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സൈസ് കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു ലൈനാണ് ഇവിടെ വേണ്ടത്. ഈ ലൈന് നമ്മൾ ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്പ് എടുക്കുക. ലൈൻ എടുത്തു, നമ്മൾ സ്ട്രൈറ്റായിട്ടൊരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടുന്ന് സ്ട്രൈറ്റായിട്ട് ഓക്കെ, സ്ട്രൈറ്റായിട്ട് വരച്ചു. ഇനി നമുക്കതിൻ്റെ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് കുറച്ച് വെയിറ്റ് കൂട്ടി കൊടുക്കുക. അതിൻ്റെ കളേഴ്സ് ഞാനൊന്ന് ചേഞ്ച് വരുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ വരച്ചത് ലൈൻ എങ്ങനെയാണെന്ന് കേട്ടോ. നമ്മൾ സ്ട്രൈറ്റായിട്ട് ലൈന് കൊടുത്തു. അതേപോലെ തന്നെ ഇതിനകത്ത് നോക്കൂ,
പിന്നെ നമുക്കിതിൻ്റെ ഷേപ്പ് ഔട്ട്ലൈനൊക്കെ കളയണം കേട്ടോ. ഷേപ്പിൽ സ്ട്രോക്കിൽ നോ ഔട്ട്ലൈൻ കളയണം. അതേപോലെ തന്നെ ഇവിടെ ഔട്ട്ലൈൻ ഒന്നും കൊടുക്കാൻ പാടില്ല. നമുക്ക് ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ചെയ്തതാണ് നോ ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, സെറ്റല്ലേ നമ്മളെ ബയോഡാറ്റ. അതേപോലെ തന്നെ നമ്മൾ മറ്റത് ജസ്റ്റ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ആ ബയോഡാറ്റ ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ചെയ്തതാണ്. എല്ലാം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ചെയ്തതാണ് എന്നുള്ളത് അല്ലേ. ആദ്യം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ചെയ്തതാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വേർഡിനകത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബയോഡാറ്റ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെല്ലാവരും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റെ തുടർന്നുള്ള യാത്ര നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ.